നമ്മുടെ പ്രാർത്ഥന ഇടുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നൊരു പാട്ടിന് ഞാൻ സമയമെടുക്കുന്നില്ല. കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷകൾക്ക് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മുടെ മധ്യയിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനം ഈ രാത്രിയിൽ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കപ്പെട്ട് നമ്മുടെ മധ്യയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ GS ജയശങ്കരനായി സ്തോത്രം. കാട്ടായിക്കോണം സഭയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം തന്നെ ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി ഇവർ കടന്നു വരുവാൻ ദൈവമിടയാക്കി. തുടർന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ തനിക്ക് ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ ഇന്ന് രാത്രിയിൽ കേൾപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ശുശ്രൂഷകൾക്കായി കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം മഹത്വമെടുക്കുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിൻ്റെ പാദപീഠം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. എന്നെ ക്ഷണിച്ച കർത്തദാസനോട് കുടുംബത്തോടുള്ള നന്ദി ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. പാളയം ബെഞ്ച് സഭയിൽ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ മാതൃസഭയിൽ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രിയപ്പെട്ട് ഒരുമിച്ചായിരിക്കാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വചനം വായിച്ച് അതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആലോചനകളെ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു. ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. സ്തോത്രം. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, എന്നതാ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ ദിവ്യ സാന്നിധ്യം ഇന്ന് അനേകളുടെ മേൽ ദൈവം ചൊരിയുമാറാകണമേ. നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ആഴങ്ങൾ, കർത്താവിൻ്റെ അർത്ഥതലങ്ങൾ, ഇതിൻ്റെ വിടുതലുകൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ വിടുതലായ അനുഗ്രഹമായി ആശ്വാസമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ നിന്ന് തന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഹൃദം പോലെ ഈ വചനം ശുശ്രൂഷിക്കുവാൻ അടികണ്ണയും അവിടെ നിന്ന് കരങ്ങളെടുക്കണമേ. നാവോട് കൂടി ഇരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണമേ. തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുനാമത്തിൽ പ്രിയപിതാവേ, ആമേൻ. വായിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. സ്തോത്രം. നമുക്കറിയാം, കർത്താവ് പറഞ്ഞ ഒരു ഉപമയിലെ ഒരു വചനമാണ് വായിച്ച് കേട്ടത്. ഇതിലൊരു മടങ്ങി വരവിനെക്കുറിച്ചാണ് നാം കേൾക്കുന്നത്. സ്തോത്രം. ചരിത്രം നമുക്കറിയാം. എങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് ഒരു 4 യാത്രകൾ, 4 പേരുടെ അല്ലെങ്കിൽ 4 തലത്തിലുള്ള ഒരു മടങ്ങി വരവ്, ഒരു യാത്രയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുവാൻ എനിക്ക് നിയോഗം തന്ന് അയച്ചിരിക്കുന്നത്. 4 തലങ്ങളിൽ വ്യത്യസ്തമായ 4 സാഹചര്യങ്ങളായിരുന്ന 4 പ്രിയപ്പെട്ടവർ. അതിൻ്റെ പ്രാധാന്യം എന്താണ് ഈ യാത്ര, ഒരു മടങ്ങി വരവ്, യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാം പിതാവിനെ വിളിച്ച് യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. വായിക്കാം, താഴ്ത്തു പോയി. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. 12-ന്റെ 6-7. അബ്രഹാം
ആമേൻ. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖം എന്ന സ്ഥലം വരെയും ഏതോൻ ഓരോവരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. സ്തോത്രം. നമുക്കറിയാം, ദൈവം അബ്രഹാം പിതാവിനെ വിളിച്ച് ഇറക്കി ഒരു ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച്, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. അബ്രഹാം കേട്ട് അനുസരിച്ചു, ഇറങ്ങി പുറപ്പെട്ടു. ആ അധ്യായം 12-ാം അധ്യായം തന്നെ തീരുന്ന മുമ്പേ തന്നെ സഹോദരൻ്റെ പതി 6-ാം വാക്യത്തിലെത്തുമ്പോൾ തന്നെ പറയുന്നു, അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോര വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. ആ ദേശത്തെത്തി, പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, കനാൻ ദേശത്ത് എത്തി. എവിടെ നിന്ന് ദൈവം തന്നെ കൊണ്ടുവന്നു, എവിടെ എത്തിക്കുമെന്ന് പറഞ്ഞോ ആ ദേശത്ത് അബ്രാം എത്തിച്ചേരുവാൻ തക്കണ്ടായിത്തീർന്നു. സ്വത്രം. 7-ാമത് വായിക്കുന്നു, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. സ്വത്രം. അപ്പോൾ വിളിക്കപ്പെട്ടാറ് ഇറങ്ങി പുറപ്പെട്ടു. എവിടെ പോകുന്നു അറിയാതെ ഇറങ്ങി പുറപ്പെട്ട് പോയ അബ്രാം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം പോവുകയും യാത്ര ചെയ്യുകയും ദൈവം പറഞ്ഞ വാഗ്ദത്തം കൊടുത്ത ദേശത്തെത്തുകയും ദൈവം വീണ്ടും തൻ്റെ വാഗ്ദത്തം അവിടെ ഉറപ്പിക്കുകയാണ്. ഈ ദേശം, സ്വത്രം, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത് ഉറപ്പിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു, ഭക്തന അബ്രഹാം ചെയ്തു അവിടെ ഒരു യാഗപീഠം പണിതു. അവിടെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദത്തം താൻ അവിടെ പ്രാപിക്കുകയാണ്. എന്നാൽ ഇവിടെ കാണുന്ന മറ്റൊരു വിഷയം, തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ വീണ്ടും ഒരു യാത്ര അബ്രഹാമിനെ കുറിച്ചിടെ കാണിക്കുന്നു. ഈ യാത്ര എന്തിലേക്കുള്ള യാത്രയെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, നമ്മൾ അറിയുന്നില്ല. വാഗ്ദത്ത ദേശത്ത്, എന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോകാമെന്ന് പറഞ്ഞു. അബ്രഹാം പോയി. അവിടെ ചെന്നു ദൈവം വാഗ്ദത്തം കൊടുക്കുകയും ചെയ്തു. എന്നാൽ താൻ യാത്ര ചെയ്ത സ്ഥലങ്ങൾ, പലവിധമായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട അബ്രഹാം പിന്നത്തേതിൽ അവിടെ നിൽക്കാതെ വണ്ണം വീണ്ടും ഒരു യാത്ര താൻ തുടർന്നും അവിടെ പുറപ്പെടും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നു, അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ, ദൈവം പറഞ്ഞിട്ടാണോ, ദൈവത്തോട് ചോദിച്ചിട്ടാണോ എന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, അവിടെ ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തിക്കഴിഞ്ഞു. അവിടെ ദൈവം വാഗ്ദത്തവും കൊടുത്തു. വീണ്ടും പ്രത്യക്ഷനായി പറയുന്നു, ഈ ദേശം നിനക്ക്, നിൻ്റെ സന്തതിക്ക് ഞാൻ അവകാശമായി കൊടുക്കുമെന്ന് പറയുകയാണ്. സ്വത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു, അല്ലെങ്കിൽ ഒരു ആലോചന തന്നതിന് ശേഷവും നാം അത് ശരിയാണോ അല്ല ഇത് തന്നെയാണോ എന്ന് വീണ്ടും നാം ചിന്തിച്ച് ഉഴന്ന് വീണ്ടും മറ്റൊരു ആലോചനയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കടന്നു പോകുന്ന പലതും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു യാത്രയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും ശരിയാണോ, ഇത് തന്നെയാണോ, അവിടെ രണ്ടാമതും വീണ്ടും ഉറപ്പിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അബ്രഹാമിൻ്റെ യാത്ര അവിടെ തീരുന്നില്ല. അബ്രഹാം വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സിലാകുന്നൊരു കാര്യം, അബ്രഹാം വേറെ ദേശത്ത് ചെന്നു. ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി. വീണ്ടും താൻ മടങ്ങി വരുന്നതിന് പകരം വീണ്ടും വേറൊരു ദേശത്തേക്ക് താൻ പോവുകയാണ്. ദൈവം പറയാത്ത, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കാത്ത, ദൈവം അരുളി ചെയ്യാത്ത മറ്റൊരു ദേശത്തേക്ക് പോകുന്ന ഒരു അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. പിന്നത്തേതിൽ സംഭവിക്കുന്ന ദോഷം, സ്തോത്രം, ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും വിളിച്ചിറക്കിയ ദൈവമായതുകൊണ്ട്, ദൈവം സ്നേഹമായതുകൊണ്ട് അബ്രഹാമിനെ തള്ളിക്കളഞ്ഞില്ല. അബ്രഹാമിനൊരു വിടുതലും ഒരു വീണ്ടെടുപ്പോടെ കൊടുക്കുകയാണ്. പിന്നെ 13-ാം അധ്യായത്തിൽ വീണ്ടും തുടങ്ങുമ്പോൾ, ഇങ്ങനെ അബ്രഹാം ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ
തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. സ്തോത്രം. ഇതിൻ്റെ കാരണം ഇവിടെ നമ്മൾ 12-ാം അധ്യായത്തിൽ അവസാനം വായിക്കുമ്പോൾ പറയുന്നത്, ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു, അവനെ അവൻ്റെ ഭാര്യ അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. അതായത് അവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടു. ആ ഒരവസ്ഥയിൽ അബ്രഹാം പിതാവിന് എത്തേണ്ടി വന്നു. സ്തോത്രം. ആ ദേശത്ത് നിന്ന് അവർക്ക് ദോഷമായി, തനിക്ക് ദോഷമായി, എല്ലാവർക്കും പ്രശ്നമായി. അപ്പം ചില ഇടങ്ങളിൽ ദൈവഹിതമില്ലാതെ നാം പോകുന്നത് നമുക്കും ദോഷമാണ്, ചെല്ലുന്നിടത്തും ചെല്ലുന്നവർക്കും ദോഷമാണ്. സ്തോത്രം. ഒരു വാഗ്ദത്തം ഒരു ദേശത്ത് ദൈവം നമ്മെ അയച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നാം അല്പം ചുവടുകൾ മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നാം ചുവടുകൾ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലും സ്തോത്രം നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും സകലർക്കും ദോഷത്തിന് കാരണമായി തീരും. സ്തോത്രം. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടു ഇറങ്ങി, എല്ലാം ഓക്കെയാണ്. പക്ഷേ താൻ എടുത്ത ചില തീരുമാനങ്ങൾ പിന്നത്തെ ഇതിൽ തനിക്ക് തിരിച്ചടിയായി തീർന്നിട്ടുണ്ട്, ദൈവഹിതമില്ലാത്തത്. ഇവിടെ പറയുന്നത് തിരിച്ച് താൻ എവിടെ നിന്നോ അവിടെ തന്നെ തിരിച്ച് മടങ്ങി വരികയാണ്. സ്തോത്രം. അപ്പോൾ ഒരു തിരിച്ചുവരവ്, ഒരു മടങ്ങി വരവ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാൾ ഇതുവരെയും അനേക വാക്യത്തെ നമ്മൾ കേട്ടു, അനേക അനുഗ്രഹങ്ങൾ കേട്ടു, അനേകൽ കൂടി ചില ശബ്ദങ്ങൾ കേട്ടു. പലപ്പോഴും നാം ദൈവസന്നിധിയിലായിരുന്നു. ദൈവത്തിൻ്റെ വചനം വിട്ട് നാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവരായി പോകുവാൻ നാം ആഗ്രഹിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ എവിടേക്കെയോ ചില താളപ്പിഴകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഈ നാളുകളിൽ. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ചില വാഗ്ദത്തങ്ങൾ, ഇത് ഒരു വാഗ്ദത്തം മാത്രമേ ആയിട്ടുള്ളൂ. ചില കാര്യങ്ങളെല്ലാം വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു, നന്മകൾ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വാഗ്ദത്തത്തിൻ്റെ ആഴത്തിലേക്ക് നിനക്ക് നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതുവരെ അബ്രഹാമിന് സന്തതികളില്ല. 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം വിളിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമില്ല. ദൈവം കൽപ്പിച്ചതാണ്, ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനൊത്തോളം ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. പ്രത്യുത ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. നാം നമ്മുടെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വീഴ്ചകളും പല ദോഷങ്ങളും നമുക്കും നമ്മെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഉണ്ടാകും. നമുക്ക് മാത്രമല്ല, നമ്മെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഉണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം നാം പ്രവർത്തിക്കാതിരുന്നാൽ സ്തോത്രം അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഇവിടെ മനസ്സിനേറ്റ വിഷമങ്ങൾ, വേദനകൾ ആരുടെ പറയും? കടന്നുപോയവർക്ക് ദോഷങ്ങളുണ്ടായി, ചെന്ന ഇടത്തിന് ദോഷമുണ്ടായി. സ്തോത്രം. എന്നാൽ ദൈവം തന്നെ കൈവിട്ടില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവവുമല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ ദൈവം പൂർത്തീകരിക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം വിളിച്ചു, നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നു. പല വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. ചിലതൊക്കെ പ്രാപിച്ചു, ചിലതിൻ്റെ അറ്റം കണ്ടു, ചിലത് അല്പം കണ്ടു. ആ നിലയിൽ നിൽക്കുമ്പോൾ ഒരു പൂർണ്ണമായ അളവിൽ നമുക്കായിത്തീരുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവഹിതപ്രകാരം നമ്മുടെ ചുവടുകൾ ശ്രദ്ധയോടെ വയ്ക്കാത്തത് കൊണ്ടാണ്. നാം അതിന് എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ. നമ്മുടെ ഓരോ ചുവടുകളും, നമ്മുടെ ഓരോ ചുവടുവയ്പ്പും ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ? ദൈവമക്കളായതുകൊണ്ട് നമ്മൾ സ്തോത്രം പറയുന്നത് കൊണ്ട് എല്ലാം നമുക്ക് സ്തോത്രം ചെയ്യാമെന്നല്ല. ദൈവം നമ്മെക്കുറിച്ചൊരു ഒരു പദ്ധതി തൻ്റെ ഹൃദയത്തിൽ ദൈവം സൂക്ഷിക്കുന്നു. അത് പലപ്പോഴും പലവിധമായി നമ്മോട് ദൈവം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ നിലകളിലെത്തുമ്പോൾ. ഇവിടെ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും സ്തോത്രം അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ലോത്തും അബ്രാമും തമ്മിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നു. അവിടെ ദൈവം അവരെ മാറ്റുന്നു. പല തലങ്ങളിൽ പോയി കഴിയുമ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിനോട് ഇടപെടുകയാണ്. അവിടെ വന്നിട്ട് വീണ്ടും 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും പറയുകയാണ്, നീ തല ഉയർത്തി ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഈ കാണുന്ന ഭൂമിയെ ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ആദ്യം ദൈവം പറഞ്ഞത് 12-ാം വാക്യത്തിൽ നമ്മൾ 7-ാം വാക്യം നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്നാണ്. ഇനി അതുകൊണ്ടാണോ, എനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണോ അബ്രഹാം പോയതെന്നൊരു സംശയം ചിലപ്പോൾ തോന്നിയേക്കാം, അബ്രഹാമിന് തോന്നിയേക്കാം. അവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ദൈവം വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, ഈ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും.
വീണ്ടും ദൈവം ഉറപ്പിക്കുകയാണ്. ഒരു ഉറപ്പീര് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൂടെ ഉണ്ടാവുകയാണ്. സ്തോത്രം. നാം യഥാസ്ഥാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം വീണ്ടും നമ്മെ ഉറപ്പിക്കും. തൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറന്നു പോകത്തില്ല. നമ്മൊന്ന് തെറ്റിപ്പോയെന്ന് അറിഞ്ഞാൽ സ്തോത്രം ഒരു മടങ്ങി വരവ്. ഇവിടെ പറയും, നമ്മൾ പ്രധാനപ്പെട്ട വാക്യം നാം 3-ാം വാക്യത്തിലാണ്. ബഥേൽ വരെയും ഹായിക്കും തനിക്ക് ആദ്യം കൂടാരം. ഞാൻ എവിടെ വച്ചാണോ ഞാൻ തെറ്റിപ്പോയത് ആ സ്ഥലത്ത് തിരിച്ചു വരിക. ആദ്യ അവസ്ഥയിൽ എവിടെ നിന്നാണ് നാം തുടങ്ങിയത്, ആ തുടങ്ങിയ സ്ഥലത്ത് എപ്പോഴാണ് തെറ്റിപ്പോയത്, എവിടെ നിന്നാണ് തെറ്റിപ്പോയത്, അത് തിരിച്ചറിഞ്ഞ് ആ സ്ഥലത്തേക്ക് നാം വീണ്ടും സ്തോത്രം മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുമെങ്കിൽ വാക്യത്തിൽ വിശ്വസ്തനായ ദൈവം ആ വാഗ്ദത്തം വീണ്ടും നമ്മെ ഉറപ്പിക്കുവാൻ തക്കമുടയായിത്തീരും. വാഗ്ദത്തം നൽകിയെങ്കിൽ ദൈവം നിശ്ചയമായും അത് ഉറപ്പിക്കും, അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. സ്തോത്രം. എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, എവിടം തൊട്ടാണ് നമ്മുടെ പോക്ക് മാറിപ്പോയത്, എവിടെ നിന്നാണ് ദൈവസന്നിധിയിൽ വിട്ട് നാം മാറി ചിന്തിക്കുവാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നാം ഇറങ്ങി പുറപ്പെട്ടു. അനേക കഷ്ടങ്ങളും വേദനകളും സഹിച്ച് ഒറ്റപ്പെടുകളും ഉണ്ടായി. ആ യാത്രകൾ ദുരിതങ്ങളായിരുന്നു. പല ആത്മീയ യാത്രകൾ, നമ്മുടെ ജീവിതത്തിലെ യാത്രകൾ പലപ്പോഴും പല കഷ്ടങ്ങളും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരുന്നുവെങ്കിലും സ്തോത്രം വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയിരുന്നു. ആ വാഗ്ദത്തങ്ങൾ നമ്മെ ഉറപ്പിക്കുവാൻ തക്കമുടയായിത്തീർന്നു. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച് ഈ ദേശം കണ്ടപ്പം വിചാരിച്ചു പിന്നെ കഴിഞ്ഞു എന്നൊരു ചിന്തയല്ല, അല്ലെങ്കിൽ ഞാൻ തികഞ്ഞു എന്നൊരു ചിന്തയല്ല. അബ്രഹാമിന് വീണ്ടും ആ ഒരു യാത്രയുടെ ആവശ്യമില്ലായിരുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പല ചുവടുവയ്പ്പുകളും ദൈവത്തിൻ്റെ വഴിവിട്ട് നമ്മുടെ ഹിതത്തിന് നാം ഏൽപ്പിച്ചു കൊടുത്താൽ അത് ദോഷത്തിന് കാരണമായിത്തീരും. എന്നാൽ മടങ്ങി വരുമെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മെ ചേർത്തണയ്ക്കും. ഇവിടെ വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായി ദൈവം അബ്രഹാമിനെ വീണ്ടും ഉറപ്പിച്ച് സ്തോത്രം അവിടെ വീണ്ടും താൻ അവിടെ ആരാധിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ യാത്ര സ്തോത്രം വീണ്ടും 13-ാം അധ്യായത്തിൽ തന്നെ നമുക്കറിയാം, വിട്ടുപിരിഞ്ഞു ദൈവം വീണ്ടും വാഗ്ദത്തം നൽകി. സ്തോത്രം. എന്നാൽ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നു. അവിടെ ദൈവം വാഗ്ദത്തം ഉറപ്പിക്കുകയാണ്. ആ 15-ാം അധ്യായത്തിൽ വീണ്ടും വാഗ്ദത്തത്തെക്കുറിച്ച് പറയുന്നു. 9-ാം വാക്യം വായിക്കാം. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവേ പിളർന്നു ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു വരും. സ്തോത്രം. ഇവിടെ വീണ്ടും അബ്രഹാമിന് വാഗ്ദത്തം അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം ഒരു ശാപം കൂടെ താൻ ഏറ്റുവാങ്ങുകയാണ്. അതിന് പല കാരണങ്ങൾ, പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയും. എന്ത് കാരണം നമുക്ക് അറിയത്തില്ല. പലരും പല കാരണങ്ങൾ പറയുന്നു. ഇതെല്ലാം കാരണമായിരിക്കാം, ഇതൊന്നും ആയിരിക്കത്തില്ല, വേറെ വല്ലതും ആയിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും സ്തോത്രം, നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നാം നിൽക്കുന്നു, വിശ്വസിച്ചിറങ്ങി തിരിച്ചു എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ പറയുന്നു തനിക്ക് ഒരു പുത്രനില്ല, തലമുറയില്ല. തലമുറയ്ക്ക് വേണ്ടി വീണ്ടും താൻ പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്തം കൊടുത്ത സമയത്ത് തലമുറ ഉണ്ട്. ഇനി അതാണെന്ന് അറിയത്തില്ല. കാരണം കനാൻ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു, ആ ദേശത്ത് കൊണ്ടാക്കി ഈ നിനക്ക് നിൻ്റെ സന്തതിക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ഇവിടെ 4 തന്നെ പറയുന്നു അബ്രഹാമിനെ വിശ്വസിച്ചാൽ നീതിയാ കണക്കിട്ടു നമ്മൾ വായിക്കുന്നു. എങ്കിലും ഈ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വന്തം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, നമുക്ക് നന്മ ലഭിച്ച് കിടന്നു വന്നാലും അനുഗ്രഹത്തോടൊപ്പം ചില ശാപങ്ങൾ നമ്മെ ചിലപ്പോൾ മുറുകി പിടിക്കുവാൻ സാധ്യതയുണ്ട്. അത് നാം വരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുക. പല നന്മകളും പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം സ്തോത്രം നാം ദൈവത്തോട് സംശയിക്കുന്നു, ദൈവത്തോട് അകന്നു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നാൽ നമ്മുടെ ശാപങ്ങൾക്കത് കാരണമായിത്തീരും. സ്തോത്രം. നമുക്കായിരിക്കാം, ഇവിടെ പറയും നമ്മുടെ തലമുറകൾക്കായിരിക്കാം. എങ്കിൽ അബ്രഹാം ദൈവത്തിൽ ഭക്തിയോടെ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ആ താൽക്കാലികം, ആ ശാപം നിത്യനാശത്തിലേക്കുള്ളതല്ല. സ്തോത്രം. താൽക്കാലികമായിട്ട് ഒരു ശിക്ഷാവിധി പോലെയാണ് അവരുടെ ശാപം വരുന്നത്. ദൈവം കൊടുക്കുന്നത് ഒരു ശിക്ഷാവിധി പോലെ. ശാപം എന്ന് നമുക്ക് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല, പക്ഷേ അതൊരു ശിക്ഷാവിധിയായി തൻ്റെ തലമുറകൾ വരികയാണ്. താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു.
ആ ശിക്ഷകൾ ചിലപ്പോൾ ചില തലമുറകൾ ഭവിക്കുവാൻ തക്കയായി തീർന്നു. ഇവിടെ ദൈവം 15-ാമത്തെ ദർശനം കൊടുക്കുന്നു, കാര്യങ്ങൾ കൊടുക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. എന്നാൽ ആ ഒരു ബന്ധത്തിൽ നാം ആയിരിക്കുന്നു എങ്കിൽ, നാം അതിൽ മുറുകെ പിടിച്ച് നിന്നാൽ, സ്വത്രം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം ഇതൊക്കെ നടക്കുമ്പോൾ അബ്രഹാമിൻ്റെ പ്രായങ്ങൾ നമ്മൾ വലിയ ഈ 75 വയസ്സ് കഴിഞ്ഞ് അതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രായങ്ങളാണ്. 80 വയസ്സ് കഴിഞ്ഞ് വർഷങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, പക്ഷെ എത്തേണ്ട വണ്ണം എത്തിച്ചേരുവാൻ തന്നെ കഴിയുന്നില്ല. 16-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും പല വിധമായ വിഷയങ്ങളുണ്ടാകുകയാണ്. അവിടെ ഇസഹാക്ക് ജനിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് ആ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. മതി, സ്തോത്രം. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നിൻ്റെ അതിബുദ്ധിയും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് കാണിക്കരുത്. ഇവിടെ വചനം പറയുന്നത് 18-ാം അധ്യായം പറയുന്നത് 99 വയസ്സായി, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കൊടുത്തതാ. നീണ്ട 24 വർഷം കഴിഞ്ഞുപോയി. ഒരുപാട് അനുഭവിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് സ്തോത്രം ഇസ്മായേൽ ജനിക്കുന്നു. ദൈവം പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് വാഗ്ദത്ത സന്തതിയെ തരും. അബ്രഹാം പറഞ്ഞു എനിക്ക് വേണ്ട. ദൈവം പറഞ്ഞു തരും, ഇസ്മായേൽ എനിക്ക് മകനായിരുന്നാൽ മതി. അപ്പം ദൈവം പറഞ്ഞു അങ്ങനെ അല്ല, സാറായിൽ നിനക്കൊരു മകൻ ജനിക്കും, അതാണ് എൻ്റെ വാഗ്ദത്ത സന്തതി. സ്തോത്രം. അപ്പം വാഗ്ദത്തം വരെ തെറ്റിപ്പോകുന്ന തലത്തിൽ അബ്രഹാമിൻ്റെ ചിന്താഗതി മാറുവാൻ തക്കയായി തീർന്നു. പലപ്പോഴും അതാണ് പല കാര്യങ്ങളിലും ചിന്താഗതി, നമ്മുടെ ചിന്ത ദൈവവുമായിട്ട് മാറി മാറി പോകുന്ന, അകന്നു പോകുന്ന ചിന്താഗതികളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവവുമായിട്ട് അകന്നു പോകുന്ന ഒരു സ്തോത്ര അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാം. എങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ദൈവം പറയുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ചിലപ്പോൾ മനുഷ്യരുടെ മുമ്പേയൊക്കെ അബ്രഹാം വേറെ പ്രശ്നമൊന്നും കാണില്ല, നിഷ്കളങ്കനായിരിക്കാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ ദൈവം പറയുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. കാരണം ദൈവത്തിന് പലപ്പോഴും അനുഗ്രഹം നൽകുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്. ദൈവം പറഞ്ഞു വാഗ്ദത്തം ചെയ്തു, പക്ഷേ വാഗ്ദത്തം പ്രാപിപ്പാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം നോക്കിയപ്പോൾ സ്തോത്രം ചില കുറവുകൾ അബ്രഹാമിൽ കാണുന്നു. അപ്പോൾ ദൈവം തന്നെ ഇടപെട്ട് പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്ക് നിന്നെ നിറയ്ക്കാണ്ട് നിന്നെ അനുഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിൻ്റെ കയ്യിലിരിപ്പ് കാരണം എനിക്ക് നിനക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ നൽകുവാനോ നിന്നെ അനുഗ്രഹിക്കുവാനോ കഴിയുന്നില്ല. ദൈവമക്കളെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനൊത്തവണ്ണം എല്ലാ വിഷയങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം നോക്കുമ്പോൾ ദൈവം പറയുന്നു, നീ എൻ്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പേ ശരിയാണ് സ്തോത്രം പറയുന്നത്, ഉപവാസം ചെയ്യുന്നു, സ്തോത്രം ഓരോ കാര്യങ്ങൾ നാം ചെയ്യുന്നു, എല്ലാത്തിനും ചുമല് കൊടുക്കുന്നു, കൈത്താങ്ങ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നോക്കുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു കുറവും പറയാനില്ല. എന്നാൽ ദൈവം നോക്കുമ്പോൾ ദൈവം പറയുന്നു, ശരിയാണ്, ഞാൻ നിന്നെ വിളിച്ചു, നിനക്ക് വാഗ്ദത്തം തന്നു, നിന്നെ നടത്തി. പക്ഷെ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. നിന്റെ ഹൃദയത്തിൽ ചില വിഷയങ്ങൾ കിടക്കുന്നു, അത് കളയുക. എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. പലപ്പോഴും പല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിലെ പ്രശ്നങ്ങളാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, നീ നിഷ്കളങ്കനായിരിക്കുക, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക. സ്തോത്രം. നമ്മൾ വചനം പഠിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്തൊരു കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ അടുത്ത് അവിടെ പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ കർത്താവ് പറയുന്ന കുറച്ചുകൂടെ കടന്നു പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ ദൈവം അറിയുന്നു, ആലോചനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം അറിയുന്നു.
ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് നാം ജീവിതത്തിൽ നോക്കി പാർത്തിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കണമെങ്കിൽ സ്തോത്രം നാം ദൈവത്തിലുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നോ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ല എന്നല്ല. പക്ഷെ അത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ കർത്താവിൻ്റെ ശബ്ദം കൂടി കേൾക്കണം. സ്തോത്രം. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നടപ്പിൽ നിഷ്കളങ്കനായവൻ ഭാഗ്യവാൻ. സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നാം എടുക്കുന്ന ധാരണകൾ, ചിന്തകൾ, മറ്റൊരു വ്യക്തിയോട്, ദൈവത്തോട് എങ്ങനെയാണ് നാം ഇടപെടുന്നത്? പുറമേ അല്ല, എൻ്റെ ഹൃദയത്തിനകത്ത്. ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. കാരണം ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ ചിരിച്ച് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നു, ഞാൻ ചിരിച്ച് എന്നെ ചിരിച്ച് നമ്മൾ പുറമേ ഉള്ളത് കാണുന്നു. സ്തോത്രം. കാര്യങ്ങൾ പറയുന്നു, നമ്മൾ പുറമേ ഉള്ളത് പുറമേ കാണുന്നു. പക്ഷേ ഹൃദയത്തിനകത്ത് എന്താണ് ചിന്തിക്കുന്നതെന്ന് ദൈവം മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും, വാഗ്ദത്തം പ്രാപിക്കും? എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം, നിനക്കൊരു തലമുറയെ തരണം, ഒരു നന്മ നിൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണം. അതിന് സ്തോത്രം അനുഗ്രഹങ്ങൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അബ്രഹാമിന് കാര്യം മനസ്സിലായി. അബ്രഹാം മാനസാന്തരപ്പെട്ടു. 21-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ഇസഹാക്ക് ജനിക്കുന്നു. 100 വയസ്സായി. സ്തോത്രം. അതായത് നീണ്ട 25 വർഷം വാഗ്ദത്തത്തിന് യഥാർത്ഥ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. സ്തോത്രം. മറ്റ് സമ്പത്ത് കിട്ടി, വസ്തു കിട്ടി, അതിൽ കാര്യമില്ല. ഇതിനും വേണ്ടി അനുഭവിക്കാൻ ഒരു അടുത്ത തലമുറയില്ല. അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചു വരുത്തിയത്. ഇതെല്ലാം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ നൽകുവാൻ തക്കവണ്ണം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം എപ്പോൾ മാനസാന്തരപ്പെടും അപ്പോൾ വാഗ്ദത്തം നിറവേറപ്പെടും. വാഗ്ദത്തം ഇത്ര വർഷമായി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ നാം റെഡിയാകുമോ, സ്തോത്രം, നാം എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു മാനപാത്രമായി തീരുമോ അപ്പോൾ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായിത്തീരും. സ്തോത്രം. ഒരു യാത്ര, അബ്രഹാമിൻ്റെ യാത്ര പോയ പോക്കുകൾ, ആ മടങ്ങി വരെ വീണ്ടും ഒരു യാത്ര ചെയ്ത് പോയെങ്കിലും അതിനെ വിട്ട് പോയില്ല. പക്ഷേ പ്രതികൂലം കടന്നു വന്നുവെങ്കിലും ദൈവം വിടുവിക്കുന്നു. എന്നിട്ട് ആ രാജാവ് അവിടെ വിട്ടുപോയി, മടങ്ങി പോകാൻ തക്കവണ്ണമായിത്തീരും, ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയിട്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒത്തവണ്ണം ദൈവത്തിൻ്റെ വഴി വിട്ടു പോകാതെ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുമെങ്കിൽ, സ്തോത്രം, അബ്രഹാം സ്തോത്രം മടങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി ഒരു യഥാസ്ഥാനപ്പാട് നമ്മൾ ചെയ്യുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമായിത്തീരും. അതൊരു യാത്രയാണ്. രണ്ടാമത്തെ ഒരു യാത്ര രൂത്തിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്നെടുക്കാം. ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ യഹൂദായിലെ ബത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ദൈവം കൊടുത്ത ദേശം വിട്ടു. രണ്ടാമത് പോയ ദേശം എന്ന് പറയുന്നത്, സ്തോത്രം, 10-ാം തലമുറ വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നിക്കൂടാന്ന് ദൈവം ശപിച്ചു വിട്ട ഒരു ദേശത്ത് ആ തലമുറയിൽ പാർക്കുന്ന മോവാബ് ദേശം. അമ്മോന്യരും മോവാബ്യരും. ദൈവം ഒരു ദേശം നമ്മെ ആക്കിയിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരും. അത് വിട്ടുപോകാനുള്ളതല്ല ആ ദേശം. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ എലീമേലെക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ നിർബന്ധപ്രകാരമായിരിക്കാം ചിലപ്പോൾ ഭാര്യയും മക്കളും പോയത്. പിന്നെ നമ്മൾ വരുമ്പോൾ എലീമേലേക്ക് എന്ന പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ വരുന്ന അടുത്ത ആളെന്ന് പറയുന്നത് നൊവോമിയെക്കുറിച്ചാണ് പിന്നെ ആ പുസ്തകങ്ങളിൽ ചിന്തിക്കുന്നത്. നമ്മൾ രൂത്തെന്ന് പറയുമ്പോൾ രൂത്തിന് പ്രാധാന്യമില്ല എന്നല്ല, രൂത്തിന് പ്രാധാന്യമുള്ള വ്യക്തിയാണെങ്കിലും ഈ രൂത്തെന്ന് പറയുന്നത് നൊവോമിക്ക് വേണ്ടിയുള്ളതാണ്. എന്താ കാരണം? നമ്മൾ നൊവോമിയെക്കുറിച്ച് അധ്യായത്തിൽ പഠിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിത്തീരും. നൊവോമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ഈ കൊണ്ടുപോയ നൊവോമിയെ സംബന്ധിച്ച് ഭർത്താവ് പറഞ്ഞു ഭാര്യയ്ക്ക് അനുസരിച്ച് പോയേ പറ്റൂ. പോയി, മക്കളും പോയി. അവിടെ പോയി അവരെ പാർത്തു. അവിടെ ചെന്നിട്ട് എന്ത് സംഭവിച്ചു? പിതാമഹൻ ചെയ്ത കാര്യമൊന്നും ചിന്തിച്ചില്ല. അബ്രഹാം കനാന്യ സ്ത്രീകൾ മക്കളെടുക്കാതെ തൻ്റെ വേറെ ദേശത്ത് പോയി എടുത്തു. എന്നാൽ ഇവിടെ എലീമേലെക്കിനെ കുറിച്ച് പറയുന്നത് ആ ദേശത്ത് നിന്ന് ഭാര്യമാരെ എടുത്തു. സ്തോത്രം.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആ സാഹചര്യങ്ങൾക്ക് അതൊക്കെ അങ്ങനെ ഇപ്പോഴങ്ങനെ കുഴപ്പമില്ല, പിന്നീടായാലും പ്രശ്നങ്ങളില്ല എന്ന് പറയുന്ന പല രീതികൾ, പല കാര്യങ്ങൾ നമ്മൾ പലരും കണ്ടുപിടുന്നുണ്ട്. ഇതൊക്കെ ബാധിക്കുന്നത് ഏതൊക്കെ നിലവാരത്തിൽ ഏതൊക്കെ തലങ്ങളിലേക്ക് പോകും നമ്മൾ അറിയുന്നില്ല. തലമുറകളിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ. സ്തോത്രം. എടുക്കുന്ന തീരുമാനങ്ങൾ, പോകുന്ന ദേശങ്ങൾ, വയ്ക്കുന്ന ചുവടുകൾ, യാത്രകൾ, ഇതൊക്കെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് തലത്തിൽ എങ്ങനെയാണ് പോകുന്നത്, പിന്നത്തേൽ എന്ത് ഭവിക്കുന്നു നാം അറിയുന്നില്ല. വീഴ്ച പറ്റുമ്പോഴേ അറിയുള്ളൂ, വീണിട്ടേ അറിയത്തുള്ളൂ എന്തുകൊണ്ട് സംഭവിച്ചു. പലതും നമുക്ക് നിസ്സാരമെന്ന് തോന്നും, ഇനിയൊന്നും കുഴപ്പമില്ല. സ്തോത്രം. സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ചല്ല ശരിയാവും എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ, പല ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം പല വിഷയങ്ങൾ. ഇത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഈ മാതാവ് സ്തോത്രം തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ച സ്ത്രീ ആയതുകൊണ്ട് അവർക്കവിടെ പോകേണ്ടി വന്നു. പിന്നെ ഈ പറയുമ്പോൾ ഇവിടെ വായിക്കുന്നത് 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നൊവോമിയുടെ ഭർത്താവായ എലീമയിലേക്ക് മരിച്ചത്. പിന്നെ നൊവോമിയായ 1-ാം സ്ഥാനത്ത് വന്നത്. എലീമയിലേക്ക് പോയി. എലീമയിലേക്കിന് ദൈവം അങ്ങ് മാറ്റി. സ്തോത്രം. അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു, അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഏകദേശം ഒരു 10 സംവത്സരം അവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഈ 2 മക്കളും പിന്നെ നഷ്ടപ്പെട്ടു പോകാൻ തക്കണയായിത്തീർന്നു. വായിക്കുന്ന ആ സ്ത്രീ മാത്രം എങ്ങനെ വന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എന്തിനു വന്നു, ചില യാത്രകൾ, ചില സ്തോത്രം നമ്മെ ദോഷത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില യാത്രകൾ. ക്ഷാമം വന്നു പോയെന്ന് പറയുമ്പോൾ ആ ദേശത്തു നിന്ന് എല്ലാവരും പോയില്ല, എല്ലാവരും പറയുന്നില്ല. ബത്ലഹേമിൽ നിന്ന്, എഫ്രാത്തിൽ നിന്ന് പോയതാ. ആ എഫ്രാത്തിൽ നിന്ന് പോയത് എവിടെ കൊണ്ടാ? മോവാബിലേക്ക്. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മൾ എവിടെ നിന്നാണ്? നമ്മൾ ദൈവം എവിടെ ആക്കി വച്ചേക്കുന്നത്? ഇതിൽ നിന്ന് നാം പോകുന്ന പോക്കുകൾ, നമ്മുടെ യാത്രകൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ നാശങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഇതൊന്നും നാം തിരിച്ചറിയുന്നില്ല. നല്ലത് കണ്ട് തല്ല പറയും പോലെ അക്കരപ്പച്ച എന്ന് പറഞ്ഞതുപോലെ കണ്ട് അങ്ങിറങ്ങി പോവുകയാണ്. അവിടെ നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും ദൈവഹിതമാണോ, ദൈവത്തിന് ഇഷ്ടത്തിനൊത്തവണ്ണമാണോ ആക്കിയത്? ഒരു ദേശത്ത് കൊണ്ടാക്കി, ദൈവം കൊണ്ട് ആക്കി ചേർത്ത ദേശം ഭാഗിച്ച് ചീട്ടിട്ട് വിഭാഗിച്ച് കൊടുത്ത ദേശത്ത് നിന്ന് ഈ പോക്കല്ല സംഭവിക്കുന്നു. അപ്പോൾ ഇത്രയും ഖണ്ഡിതമായി ചെയ്തത് പിതാമഹൻ ചെയ്തത് അടുത്ത സന്തതി ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ പോയി അവിടെ ചെന്ന്, പക്ഷെ അതുപോലെ അല്ല. ഈ പോക്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഈ നവോമി എന്ന് പറയുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നഷ്ടപ്പെട്ടു. മക്കളെ വിവാഹം കഴിപ്പിച്ച് അവർക്ക് തിരിച്ചു പോകാൻ ഒന്നും പറ്റാത്ത അവസ്ഥയായി. സ്തോത്രം. പിന്നത്തേതിലൊരു തിരിച്ചറിവുണ്ടാകുന്നത്, സ്തോത്രം, 6-ാം വാക്യത്തിൽ വരും, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവർ മോവാബ് ദേശത്ത് വച്ച് കേട്ടിട്ട് മോവാബ് വിട്ടു മടങ്ങി പോകുവാൻ തൻ്റെ മക്കളോട് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുകയാണ്. താൻ എടുക്കുന്ന ഈ തീരുമാനത്തോട് കൂടി തൻ്റെ ജീവിതം മാറ്റിമറിയപ്പെടുകയാണ്. സ്തോത്രം. നാം ഒരു മടങ്ങി വരവിന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ആ നിമിഷം തൊട്ട് മാറുവാൻ തക്കൊണ്ടയായിത്തീരും. നമുക്ക് എവിടെ നിന്നാണ് തെറ്റിയത്? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരുന്നു? ഒരു ആത്മീയ നിലവാരം ഉണ്ടായിരുന്നു. നമ്മുടെ നാമവും ദൈവവും, ഞാനും എൻ്റെ ദൈവവും തമ്മിലൊരു ബന്ധം. അത് മറ്റുള്ളവർ ഇടപെടുന്നോ അവരുടെ ജീവിതമോ ഇവരുടെ ജീവിതമോ ഒന്നും നമ്മെ ബാധിക്കാതെ നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതം തമ്മിൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കണ്ട് വിലയിരുത്തി അവിടെയും കുറ്റം പറഞ്ഞ് ഇതും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാശങ്ങൾ. സ്തോത്രം. നമ്മുടെ ജീവിതവും ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയപൂർവമായ ബന്ധത്തിൽ വിട്ടുമാറാതെ അതങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം അവിടെ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. നമ്മുടെ നടപ്പ് മാറുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണമല്ല നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമെങ്കിൽ. സ്തോത്രം. ഓരോരുത്തരുടെ ജീവിതത്തിലും പലതും ദൈവം കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നാം വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനോ നാം തുടങ്ങിയാൽ നമ്മുടെ ജീവിത യാത്ര അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ദൈവം വിളിച്ച വഴിക്ക് ഒത്തവണ്ണമല്ല നാം നടക്കുന്നത്. എന്നാൽ
ദൈവം നമ്മെക്കുറിച്ചൊരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നു, ഒരു തിരിച്ചു വരവ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കൊണ്ടായിത്തീരുന്നു. അന്ന് ഒരിക്കൽ തൻ്റെ ഭർത്താവ് മക്കളും കാരണം തനിക്ക് ദേശം വിട്ട് പോകേണ്ടി വന്നു. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ബഹളമൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ മക്കളും ഭർത്താവില്ല, ഭർത്താവ് പോയി, മക്കളും പോയി. ഇനി അവരെയൊന്നും തന്നെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഭാരപ്പെടുത്തിയ വിഷയം അവിടെ നിന്ന് മാറി. സ്തോത്രം. എന്നാൽ നഷ്ടമാണ് തൻ്റെ ജീവിതത്തിൽ വന്നത്. എന്നാൽ ചില നഷ്ടങ്ങൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാതെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, താൻ അറിയാതെ ആയിരിക്കാം. ഈ നോമിയുടെ ചിന്തകളും കാര്യങ്ങളെന്ന് പറയുന്നത് സ്തോത്രം തൻ്റെ ഇഷ്ടപ്രകാരം താൻ പോയതല്ല, തനിക്ക് പോകേണ്ടി വന്നതാണ്. താൻ ഇഷ്ടപ്രകാരം പോയെന്നല്ല, ആ പുരുഷനാണ് കൊണ്ടുപോയത്, തൻ്റെ ഭർത്താവാണ്. അതായത് മറ്റുള്ളവരുടെ ചിന്തകളും സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് പലപ്പോഴും നമ്മെ മാറ്റി ചിന്തിപ്പിക്കുവാൻ, പലരുടെ പല ബാഹ്യമായ സ്വാധീനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ചിലപ്പടിയായേക്കാം. അതിന് ഒരിക്കലും നാം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ ഈ സ്ത്രീ ആയതുകൊണ്ട് സ്തോത്രം അവർ മറുത്തു പറയാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടായിരിക്കും അവരങ്ങനെ സംഭവിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചിന്തകളും സ്വാധീനങ്ങളും നമ്മെ ഒരു ദേശത്ത് നിന്ന് മാറ്റുവാൻ ഇടപെടുത്തുമെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നാം ഏൽപ്പിച്ചു കൊടുക്കും. അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് ഇടയാകും. സ്തോത്രം. ചിലർ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും. നമുക്ക് വല്ല വീർപ്പുമുട്ടലുണ്ടാകുന്ന അവസ്ഥകളായിരിക്കാം. പക്ഷെ നമുക്ക് ആ വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി കടുപ്പിച്ച് പറയാൻ പറ്റാത്ത തലത്തിൽ വണ്ണമുള്ളൊരു ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ ഈ വിഷയം ദൈവസന്നിധി നാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ആ വിഷയത്തിൽ നീക്കുപോക്ക് വരുത്തും. ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് സ്വാധീനങ്ങളെ കൊണ്ടുപോകാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി, നമ്മുടെ സ്തോത്രം നന്മയുടെ ജീവിതത്തിന് തടസ്സമായിട്ട് ചില സ്വാധീനം, ദൈവ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് ചില സ്വാധീനങ്ങളെ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ ദൈവസന്നിധി നാം ഏൽപ്പിക്കുമെങ്കിൽ, ആ വിഷയത്തെ ദൈവസന്നിധി സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം അതിൽ നിന്നൊരു വിടുതൽ തന്ന് നമ്മെ യഥാസ്ഥാനത്താക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ പറയും പോയെന്നല്ല, പോയി കഴിഞ്ഞാൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടേതല്ലാതെ കാരണങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചിലർ പെടുത്തുന്ന സ്വാധീനങ്ങളുണ്ട്. പലപ്പോഴും അത് ദൈവത്തിൽ നിന്ന് നമ്മെ വലിച്ചുകൊണ്ട് പോകും, പല സ്വാധീനങ്ങൾ പെട്ടുപോയിട്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും ദൈവമായിട്ട് ആത്മീയ ബന്ധത്തെയും അതിന് തടസ്സമായി നിൽക്കാം. പല പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പല ദോഷങ്ങൾ അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എങ്കിലും പലപ്പോഴും ആ ബന്ധങ്ങളും ആ സ്വാധീനങ്ങളും നമ്മെ വിട്ടു പോകുന്നില്ല. ചിലപ്പോൾ ചിന്തകളായിരിക്കാം, പല സ്വാധീനങ്ങളായിരിക്കാം, പല അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ഒരു മടങ്ങി വരവിന് നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഒരു മടക്ക യാത്രയ്ക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു മടങ്ങി വരവ് സാധ്യമാക്കി തീർക്കും. സ്തോത്രം. ഇവിടെ എപ്പോൾ സ്തോത്രം ഈ നവോമി ഒരു മടങ്ങി വരവിന് തന്നെ സമർപ്പിച്ചു പോകും, അപ്പോൾ മുതൽ തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, താൻ പോലും അറിയാതെ. അവരുടെ മരുമക്കളോട് പറയുകയാണ്, പുറപ്പെട്ടു. എങ്ങനെ മരുമക്കളുമായി പാർത്തുന്ന സ്ഥലം വിട്ട് യഹൂദദേശത്ത് മടങ്ങിപ്പോകാൻ യാത്ര. എന്നാൽ മക്കൾ ഇരുവരോടും നിങ്ങൾ അവരുടെ അമ്മയുടെ വീട്ടിലോട് മടങ്ങിപ്പോകാൻ തക്കാണ് അവർ പറയുകയാണ്. സ്തോത്രം. ഈ സംസാരം തൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന്, വലിയൊരു നന്മയ്ക്ക് അത് കാരണമാക്കി. അവരുടെ മക്കളെ പോവുകയാണ്, ഞാൻ പോവുകയാണ്. കാരണം തൻ്റെ ദേശം അതാണ്, ഇതല്ല. ഒരു ദേശം തനിക്കായിട്ടുണ്ട്, അവിടെ തനിക്ക് വസ്തുവകളുണ്ട്, അവിടെ തനിക്ക് ബന്ധുക്കളുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞ് ഇതെന്തായാലും നഷ്ടപ്പെട്ട് ഇനി ഇവർ മോവാബ് സീൽ അവിടെ കൊണ്ട് പോകാൻ പറ്റത്തില്ല, അവരെന്താണ്, ഇവർക്ക് എന്തായിത്തീരും, ഇനി മക്കളെ തരാൻ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്തോത്രം തൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ അതിൻ്റെ 16-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. സ്തോത്രം. ഇവിടെ പറയുന്നൊരു കാര്യം, രൂത്തിനെ ദൈവം കരങ്ങളെടുത്തു. രൂത്തിനെ ദൈവം കരങ്ങളെടുത്ത് നമ്മൾ രൂത്തിന് വേണ്ടി അല്ല യഥാർത്ഥത്തിൽ എടുക്കുന്നത്. എന്നാൽ രൂത്തിനും അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ വിഷയം നവോമിയാണ്. ദൈവം രൂത്തിനെ കരങ്ങളെടുക്കുവാൻ കാരണം നവോമിക്ക് വേണ്ടിയാണ്. നവോമി ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം, ഒരു മടങ്ങി വരവിന് താൻ എവിടെ നിന്ന് താൻ പോയോ ആ സ്ഥലത്തേക്ക്, ബത്ലഹേമിൽ എഫ്രാത്തിലേക്ക് പോകാൻ താൻ എപ്പോൾ തീരുമാനിച്ചു, എവിടെ നിന്ന് വന്നോ ആ സ്ഥലത്തേക്ക് ഒരു മടങ്ങിപ്പോകിന് വേണ്ടി താൻ എപ്പോൾ ആഗ്രഹിച്ചോ അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കൂടിയായിത്തീർന്നു.
അപ്പോൾ ദൈവം എന്ത് ചെയ്തു? രൂത്തിനെ അതിനു വേണ്ടി, നവോമിയുടെ നന്മയ്ക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ചു. ദൈവം അവളുടെ ഹൃദയത്തെ നവോമി അനുകൂലമായി നിർത്തുവാൻ തക്ക ഇടയായി തീർന്നു. വേറിട്ട് പോയി 2 കാര്യം കൂടെ പറയാനുണ്ട്, സമയം തീരത്തില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ 12 നവോമി മടങ്ങി വരികയാണ്. 1-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി പറ്റിയിരിക്കുന്നു. ഒരു ക്ഷാമം ബാധിച്ച് പോയ സമയത്ത് ഇവിടെ പറയുന്നു, എന്നാൽ ആ തുടക്കത്തിൽ പറയുന്നത് ക്ഷാമം വന്നുകൊണ്ട് പോയെന്ന്. എന്നാൽ നവോമി തിരിച്ചു വന്നിട്ട് പറയുന്നു, ഞാൻ നിറഞ്ഞവളായി പോയി, ഇപ്പോൾ വന്നത് ഒഴിഞ്ഞവളായിട്ട്. ചിലരുടെ വാക്ക് കേട്ട് നാം ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മുടെ നിറഞ്ഞ അവസ്ഥയൊക്കെ ഒഴിഞ്ഞ അവസ്ഥയിലാവും. ചില ദോഷങ്ങൾ, ചില നഷ്ടങ്ങൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക്, ദൈവത്തിൻ്റെ ആലോചനമില്ലാത്ത കാര്യങ്ങൾക്ക് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ നിറവിൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ട് നാം ശൂന്യമായ അവസ്ഥയിലേക്ക് സ്തോത്രം കടന്നു പോകുവാൻ തക്കൊണ്ടായിത്തീരും. എന്നാൽ ഒരു മടങ്ങി വരവ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒരു മടങ്ങി വരവിന് സ്തോത്രം താമസിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയല്ല. എപ്പോൾ നാം ഏൽപ്പിക്കുന്നുവോ അപ്പോൾ, ഈ നവോമിയുടെ വിഷയം പറഞ്ഞാൽ സ്തോത്രം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ മനസ്സിലാകും, നഷ്ടപ്പെട്ട അതുപോലെ തന്നെ ചിലപ്പോൾ തരുവാൻ ദൈവത്തിന്, ചിലപ്പോഴെന്നല്ല, നഷ്ടപ്പെട്ടു പോയത്, ഇപ്പം ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ അത് തന്നെ തിരിച്ചു തരാൻ പറ്റുമെന്ന് വരത്തില്ല. സ്തോത്രം. പക്ഷേ അത് മൂലം നിനക്ക് ദോഷമുണ്ടായെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത്, അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്നെ ഉയർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. 4-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. വേഗത്തിൽ പോവാം. രൂത്ത് ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവളൊരു മകനെ പ്രസവിച്ചു. എന്നാൽ സ്ത്രീകൾ ആരോട് സംസാരിക്കുന്നേ? നവോമിയോടാണ് സംസാരിക്കുന്നത്. ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ നിനക്ക് ഒരുക്കിയിരിക്കൊണ്ട് യഹോവ. അപ്പോൾ എപ്പോൾ ഒരു മടങ്ങി വരവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ ദൈവം നമ്മെ ചേർത്തണയ്ക്കും. ദൈവം ഉയർച്ച നമുക്ക് തരും. ദൈവം നമുക്ക് നന്മ തരും. ദൈവം നമ്മുടെ മാനസാന്തരം ആഗ്രഹിക്കും. നമ്മുടെ യഥാർത്ഥമായ ഒരു മടങ്ങി വരവ്, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം എത്രത്തോളം ആയിരിക്കുന്നുവോ അത്രത്തോളം നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കൊണ്ടുയായിത്തീരും. സ്തോത്രം. ഇവിടെ രൂത്തിനെയാണ് എടുത്തതെങ്കിലും അതിൻ്റെ പ്രയോജനം, നന്മ വരുന്നത് സ്തോത്രം നവോമിക്കാണ്. വീണ്ടും അവിടെ താഴോട്ട് വായിക്കുന്നു. ഇങ്ങനെ അതിൻ്റെ 16-ാമത്തെ വായിക്കാം. എന്നാറെ അവളൊരു മകനെ പ്രസവിച്ചു. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെടുമാറാട്ടെ. അവന്റെ പേർ ഇസ്രായേൽ. 16-ാമത്തെ. നവോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. സ്തോത്രം. ഇവിടെ വായിക്കുന്ന 2 കാര്യം. ഒന്ന്, നവോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. സാധാരണ നിലയിൽ സംഭവിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ദൈവം അവിടെ ചെയ്തത്. 2 മക്കൾ മരിച്ചുപോയി. ആ രൂത്തിൽ എന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. എന്നാൽ രൂത്തിനെ ദൈവം നവോമിക്ക് വേണ്ടി ഒരുക്കി വെച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല തെറ്റുകളും വീഴ്ചകളും പ്രയാസങ്ങളും സംഭവിച്ചാലും നാം ഒരു മടങ്ങി വരവിന് ആഗ്രഹിക്കുന്നു എങ്കിൽ സ്തോത്രം, എവിടെയാണ് നമ്മുടെ വീട്ടുകൾ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ലഭിപ്പാൻ തക്കൊണ്ടായിത്തീരും. നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ദൈവമായിട്ടുള്ള അകൽച്ചയാണ് പല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വിടുതലിനും തടസ്സമായി നിൽക്കുന്നത്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ തലമുറകൾ നന്മകൾ പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കണം. നാം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ ദോഷമായി. എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്? എവിടെയാണ് പ്രശ്നം? ആരുടെ വാക്കാണ്? എന്താണ് എന്നെ സംഭവിച്ചത്? അതും ഞാനും എൻ്റെ ദൈവവും നമ്മുടെ ബന്ധത്തിന് എവിടെയാണ് ഉലച്ചിലുണ്ടായത്? അത് തിരിച്ചറിഞ്ഞ് കണ്ട് ഒരു മടങ്ങി വരവ് ഈ രാത്രി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്നു മുതൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. എവിടെയാണ് നമ്മുടെ തിരിച്ചറിവ്? ആ തിരിച്ചറിവ് എവിടെയാണ് നമ്മുടെ വീഴ്ച എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവരട്ടെ. ആ ഒരു യാത്രയ്ക്ക്, ഒരു മടങ്ങി വരവിന് നാം സമർപ്പിക്കുമെങ്കിൽ അത് നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമൊന്ന് വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു.
അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഞാൻ ബാക്കി സമയം പോയി. സ്വത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഒരു മകൻ അപ്പനെ വിട്ട് തൻ്റെ സ്വത്തും തൻ്റെ ഷെയറും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. എന്നെനിക്ക് തനിക്ക് ബോധിച്ചതുപോലെ ബോധിച്ച് ഇതൊന്നും അല്ല ജീവിതം, ഇങ്ങനെയൊന്നും അല്ല, ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് എല്ലാം വാങ്ങിച്ചിട്ട് തൻ്റെ ഇഷ്ടത്തിന് വന്നിട്ട് പോയി അവസാനം നരകിച്ച് നാശപ്പെട്ട് എല്ലാം റെഡിയായപ്പോഴാണ് അവൻ്റെ ബുദ്ധി തുറന്നത്. അപ്പോഴവൻ പറഞ്ഞു, എന്താണ് നമ്മൾ വായിച്ച കുറിവായിക്ക്, അതാണ് 18-ാം വാക്യത്ത് വായിക്കും, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കുലുക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ഇത് 3-ാമത്തെ യാത്രയാണ്. എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരവ്. അപ്പൻ അവനെ ദൂരെ നിന്ന് കണ്ട് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു യഥാസ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ മടങ്ങു വരവിന് വേണ്ടി നാം ആയിത്തീരേണ്ട അവസ്ഥ, യഥാർത്ഥ ഒരു ഭക്തനായി, യഥാർത്ഥ ഒരു ദൈവപൈതലായി തീരുവാൻ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ ചേർത്തണയ്ക്കുവാൻ, നമ്മെ സ്വോത്രം വിടുവിക്കുവാൻ, സഹായിക്കുവാൻ. ഇന്നത്തെ യുവ തലമുറകൾ പലപ്പോഴും പലതിലും തെറ്റിപ്പോകുന്നു. അവർ പറയുന്നതാണ് ശരി, അവരാണ് ശരി. എന്നാൽ അറിയേണ്ട വണ്ണം ദൈവത്തെ അറിയുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ വീഴ്ചകൾക്ക് കാരണമായി തീരുന്നത്. ഇപ്പോൾ ഈ ഇളയ മകൻ സ്തോത്രം, അവൻ അറിവ് പ്രാപിച്ച് വന്നപ്പോൾ അവൻ്റെ ഇരുന്നെല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. എന്നാൽ ചിലരെ നമ്മൾ പ്രാർത്ഥിക്കുക, മടങ്ങി വരയുടെ ദൈവം മടക്കി വരുത്തും. ചിലരെ ബോധം വരണമെങ്കിൽ ചിലർ അവസ്ഥകളിൽ കൂടെ കടന്നു പോയെങ്കിൽ ചിലർക്ക് ഈ ബോധം വരത്തുള്ളൂ, തിരിച്ചറിവുണ്ടാവത്ത്, കണ്ണ് തുറക്കത്തുള്ളൂ. എങ്കിലും സ്തോത്രം മനസ്സിലാക്കുക, കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച് മരിച്ചവരുടെ ചരിത്രങ്ങൾ സ്തോത്രം നാം പഠിച്ച് തിരിച്ചറിഞ്ഞ് എന്താണ് ദൈവം, ഏതാണ് ദൈവം, അവരുടെ പ്രവൃത്തികൾ, മനുഷ്യൻ്റെ പ്രവൃത്തികൾ, യൗവനക്കാരുടെ പ്രവൃത്തികൾ, യൗവനക്കാരത്തികളുടെ പ്രവൃത്തികൾ, അത് നാം കണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരുടെ ജീവിതങ്ങളെ നാം പഠിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗ്ഗത്തിലുണ്ട്. സ്തോത്രം. യൗവനത്തിൽ സ്തോത്രത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യാൻ ദൈവം പറയുന്നു. പക്ഷേ ഒരു മടങ്ങി വരവ് ജീവിതത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്? തെറ്റിപ്പോകുവാനല്ല, അനേകരുടെ ജീവിതങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇത് കണ്ടും കേട്ടും നാം മറന്നു പോകുവാനല്ല, നാം സ്തോത്രം നഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിതം കളയുവാനല്ല, നമ്മുടെ യൗവന ജീവിതം നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് സ്തോത്രം ഒരു മടങ്ങി വരവിന് എവിടെ തൊട്ടാണ് ഒരു വീഴ്ച പറ്റിയത്, ആ വീഴ്ചയിൽ നിന്ന് അപ്പൻ്റെ അടുക്കിലേക്ക് ഒരു മടങ്ങി വരവിന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും നിൻ്റെ ജീവിതം, ഇനിയുള്ള ജീവിതം അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ തെറ്റിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞ് ഒരു മടങ്ങി വരവ് സാധ്യമാക്കുമെങ്കിൽ സ്തോത്രം ദൈവം നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കും. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 33 വാക്യത്തിൽ വേറൊരു വിഷയമുണ്ട്. സ്തോത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അന്ന് തന്നെ അവർ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മുവസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഇത് സംഭവിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ട്, നമുക്കറിയാം കർത്താവിനെ അടക്കി സ്തോത്രം മരിച്ച് അടക്കി സ്തോത്രം കഴിഞ്ഞ 3-ാം ദിവസം അവിടെ കല്ലറയ്ക്കൽ മറിയയും ആൾക്കാരൊക്കെ പോയി കണ്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യം അറിഞ്ഞു. എന്നിട്ട് പത്രോസും യോഹനാനും പോയി കണ്ടു വായിക്കുന്നു. എന്നാൽ ഈ സംഭവം വന്ന് 11 പേരോടും കൂടെ ഇരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് കൂടെ പറഞ്ഞിട്ട് പലരും വിശ്വസിച്ചില്ല. പത്രോസും യോഹനാനും പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരും വിശ്വസിച്ചില്ല. ഈ വിശ്വസിക്കാതെ ഇരുന്ന ഈ കൂട്ടത്തിൽ നിന്ന് 2 പേരാണ് ഇറങ്ങിപ്പോയത്. എന്തിനാണ് പോയത് അവർക്ക് അറിയത്തില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. അവരങ്ങ് പോയാണ്. അവിടെ നിന്ന് പോയി ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, ഇവിടെ നിന്നാൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അതിൽ നിന്ന് 2 പേര് പോവുകയാണ്. ഈ 2 പേര് പോകുന്ന പോക്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ അവരോട് കൂടി 3-4 ആൾ കൂടെ ചേരുകയാണ്. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വരുമ്പോഴാണ് സ്തോത്രം അവർ ആഗ്രഹിച്ചു. പിന്നത്തേതിൽ അവരുടെ സംസാരത്തിൽ അവരോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുമായി ഭക്ഷണത്തിനിരുന്നു. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വായിക്കുന്നു, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ചില തെറ്റുകൾ, യാത്രകൾ സ്തോത്രം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ആ യാത്രകളിൽ നമ്മെ തിരിച്ചു പിടിക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്ന മകനെ,
ഇതിൽ കൂടി നടന്നുകൊള്ളുക എന്ന് പിന്നിൽ കേൾക്കുന്ന ശബ്ദം. അവർ ഭക്തരാ, ദൈവത്തെ പിന്മാർത്തി പോകുന്നവരല്ല. പക്ഷെ അവർ എന്തോ പ്രശ്നങ്ങൾ അവരുടെ ഹൃദയത്തെ അകറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവർ കറക്റ്റായിട്ട് ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ചിന്തിക്കുവാനോ ഒന്നും കഴിയുന്നില്ല. കാരണം കഴിയുന്ന ആൾ പോലെ അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ അതിനെ തിരിച്ചിറക്കി മടക്കി വരുത്തുവാൻ കഴിയുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവർ പറയുന്ന കാര്യമുണ്ട്. പറഞ്ഞെന്താണ്? അതിൻ്റെ ഒരു 48-ാമത്തെ വാക്യത്തിലാകുന്നല്ലോ, വായിക്കാമോ? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ പാർപ്പിനെന്നും പറഞ്ഞൊരു വാഗ്ദത്തം അവിടെ കൊടുക്കുകയാണ്. ഈ 30-ാം വാക്യം കഴിഞ്ഞുകൊണ്ട് അവരെ കണ്ണു തുറന്ന് പറഞ്ഞു, അവർ പ്രത്യക്ഷനായി അവർ നമ്മോട് സംസാരിച്ച് ദൈവത്തിൽ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളങ്ങൾ കത്തുന്നില്ലേ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എന്ത് ചെയ്തു? അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് ചെന്നു. വീണ്ടും അവർ വിട്ടുപോകുന്ന കൂട്ടത്തിൻ്റെ അടുക്കൽ അവർ തിരിച്ചു മടങ്ങി വരികയാണ്. അവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവരുടെ ഇടക്കൽ വീണ്ടും പ്രത്യക്ഷനായി അവരോട് സംസാരിക്കുകയാണ്. അവരെ ബലപ്പെടുത്തി, അവരെ ധൈര്യപ്പെടുത്തി, വീണ്ടും അവരെ ഉറപ്പിച്ചു. വീണ്ടും പറയുകയാണ്, വാക്യത്തിനായി കാത്തിരിപ്പിൻ. ആ വാക്തത്വം വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം വാക്യത്തിലെത്തുമ്പോൾ ആ വാക്തത്തോടെ പ്രാപിക്കുകയാണ്. അപ്പോൾ ചില വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് വിട്ടു മാറിപ്പോകുവാനല്ല. ആ വാക്തത്വത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ചില സ്ഥലങ്ങൾ നമുക്കറിയാവുന്ന ശുശ്രൂഷകൾ, പല കാര്യങ്ങൾ, പല മണ്ഡലം വരുമ്പോൾ ഇതുപോലെ പല വിഷയങ്ങൾ നാം തെറ്റിപ്പോകുന്നുണ്ട്. ഇതല്ല ഒരു മടങ്ങിവരവ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ആക്കിയേരത്ത് നാം നിൽക്കുക. നമ്മുടെ ഇഷ്ടത്തിന് മാറിപ്പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നു. വാഗ്ദത്തത്തിൽ നാം ഒരു ശബ്ദത്തിൽ അല്ലെങ്കിൽ ദൈവശബ്ദത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നാം ഉറച്ചു നിൽക്കുക. പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ സ്തോത്രം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ധൈര്യത്തോടെ, ബലത്തോടെ, ധൈര്യപ്പെട്ട് നിൽക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നൽകിയ വാഗ്ദത്തം നാം പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നാം ഉറച്ചു നിൽക്കുക. നാം വാടിപ്പോകരുത്, തകർന്നു പോകരുത്. സ്തോത്രം. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെ നാം ആശ്രയിക്കുക. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലം കടന്നു വരും. ഇപ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ നാം നിശ്ചയമായും ദൈവത്തിൽ ശരണപ്പെടുമെങ്കിൽ, ദൈവത്തെ നാം ആശ്രയിക്കുമ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന സ്തോത്രം നാം തെറ്റിപ്പോകാതെ, നമ്മുടെ വഴികൾ, നമ്മുടെ യാത്രകൾ തെറ്റിപ്പോകാതെ വേണം നമ്മെ ഉറപ്പിക്കുന്ന, നാം ആക്കിയെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. എങ്കിൽ ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വചനങ്ങൾക്ക് മുമ്പാകെ നമ്മെ സമർപ്പിക്കുന്ന നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പല യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ പല ദോഷങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്തോത്രം, ഒരു മടങ്ങി വരവിന് നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അതിനൊക്കെ നമ്മെ വിടുവിച്ച്, നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ മതിയായവനായൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ടല്ലോ. ആ ദൈവപാദപടം നമ്മെ തന്നെ സമർപ്പിക്കുക. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റിയത്? എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? എവിടെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയത്? എവിടെയാണ് സ്തോത്രം എൻ്റെ ആരാധന നഷ്ടപ്പെട്ടത്? എവിടെയാണ് എൻ്റെ അന്യഭാഷകൾ നഷ്ടപ്പെട്ടത്? സ്തോത്രം, ഒരു മടങ്ങി വരവിന് നാം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. ദൈവം നമ്മെ നോക്കി കാത്തിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ മടങ്ങി വരുമെങ്കിൽ സ്തോത്രം, നാം നഷ്ടപ്പെട്ടു തെറ്റിപ്പോയ സ്ഥാനത്തേക്ക് സ്തോത്രം നാം മടങ്ങി വരുമെങ്കിൽ നിശ്ചയമായി നമ്മെ സ്വീകരിച്ചണയ്ക്കുന്ന, വാഗ്ദത്തങ്ങളെ പകരുന്ന, വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുന്ന, നന്മകളെ നൽകുന്ന, അനുഗ്രഹങ്ങളെ നൽകുന്ന ഒരു നല്ല ദൈവം നമുക്കായി സ്വർഗത്തിലുണ്ടല്ലോ. ആ ദൈവത്തിൽ ശരണപ്പെടാം, ആ ദൈവത്തിൽ ആശ്രയം വയ്പ്പാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അവസരമൊരുക്കി തന്ന കർത്തദാസൻ ദൈവസഭയോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വീണ്ടും വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ GS ജയശങ്കറിനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി, പ്രാരംഭ രാത്രിയിൽ ഹല്ലേലൂയ, തെറ്റായ യാത്രകളിൽ ആ യാത്രകൾ ചെയ്തവരുടെ മടങ്ങി വരവിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ തൊട്ട് കർത്താവിൻ്റെ ദാസൻ സംസാരിപ്പാനിടയായല്ലോ. അബ്രഹാമിനെ ദൈവം നടത്തിയെന്നാൽ വാഗ്ദത്തത്തിലെത്തിയിട്ടും കനാൻ ദേശത്തെത്തിയിട്ടും താൻ തുടർന്ന് നടന്നതിൻ്റെ ഫലമായിട്ട് പല പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ താൻ മടങ്ങി വന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേൾപ്പിക്കുവാനിടയായി.
നവോമി എലിമേലേക്ക് ആ കുടുംബം ക്ഷാമം വന്ന വേളയിൽ ആകാത്ത ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അതവരുടെ ജീവിതത്തിൽ കഷ്ടത്തിനും നഷ്ടത്തിനും കാരണമായി. എന്നാൽ ആ ദേശത്ത് നിന്ന് ബേത്ലഹേമിലേക്ക് ദൈവം അവരെ മടക്കി വരുത്തി. ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊടുത്തുവെന്ന് കേൾപ്പാനിടയായി. ഹല്ലേലൂയ, ഒരപ്പൻ്റെ ഹല്ലേലൂയ മകൻ തെറ്റായ വഴിയിൽ അവകാശം വാങ്ങി ഹല്ലേലൂയ കടന്നുപോയി, നാശത്തിലേക്ക് പോയെങ്കിലും ഹല്ലേലൂയ താൻ ഒരു നിമിഷം ഹല്ലേലൂയ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള തൻ്റെ തീരുമാനം തൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഹല്ലേലൂയ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ യാത്രാമധ്യേ ദൈവം സംസാരിച്ചു, അവരുടെ കണ്ണു തുറന്നു, അവരെ ദൈവം യെരുശലേമിലേക്ക് മടക്കി വരുത്തി. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ് എന്ന് ഹല്ലേലൂയ പിന്നെയും കേൾപ്പിച്ചതിനാൽ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ ദൈവപൈതലേ ഹല്ലേലൂയ, നാം നമ്മുടെ കുടുംബം തലമുറകൾ ഹല്ലേലൂയ ദൈവ ഹിതപ്രകാരം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വഴി ഏതെന്ന് കണ്ട് അതിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുവാൻ, പലപ്പോഴും തെറ്റായ വഴികൾ തിരഞ്ഞെടുത്തതിൻ്റെ ഫലമായിട്ട് വല്ലാത്ത പ്രതികൂലങ്ങളും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങളും സംഭവിച്ച അനുഭവങ്ങൾ. എന്നാൽ മടങ്ങി വരുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം അനുഗ്രഹം പ്രാപിക്കുമെന്ന് കേൾപ്പിക്കുവാനിടയായല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, യെരമ്യാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. തെറ്റായ എല്ലാ വഴികളിൽ നിന്ന് ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആകാത്ത ബാധകൾ, ആകാത്ത പ്രവൃത്തികൾ, ആകാത്ത അനുഭവങ്ങൾ വിട്ട് ദൈവസന്നിധിയോട് ചേർന്ന് മുന്നേറുവാൻ സഭയായി ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ, തൻ്റെ ശുശ്രൂഷകളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിപ്പാൻ, കുടുംബത്തെ കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കുവാൻ, സഭയെ അനുഗ്രഹിപ്പാൻ, ഹല്ലേലൂയ കേൾക്കപ്പെട്ട വചനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ, ദൈവസഭയിൽ തുടർന്ന് നടക്കുന്ന ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്തദാസന്മാരെ ദൈവം അയച്ച് ദൈവം നമ്മോട് സംസാരിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ സനു സണ്ണി മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ, ഈ നല്ല സമയത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഫാസ്റ്റിങ്ങിൻ്റെ കർത്താവെ 1ാമത്തെ സെക്ഷനിൽ ഞങ്ങളെ കർത്താവ് ഒരുമിച്ച് കൂട്ടി വരുത്തിയില്ല. കർത്താവ് ആരംഭം മുതൽ ഇതുവരത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിഷ്കളങ്കതയായി കർത്താവ് നടക്കുവാൻ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നോട്ടത്തിലും ഭാവത്തിലും കർത്താവെ പൂർണ്ണമായും കർത്താവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് നിത്യത എന്ന കർത്താവെ തുറമുഖത്തിൽ കർത്താവെ ആ യാത്ര ചെയ്ത് സന്തോഷത്തോടെ കർത്താവ് എത്തിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മൻ്റെ വലിയ ശക്തിയുടെ പ്രവാഹം കർത്താവെ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയായിരിക്കുന്ന വിശ്വാസികളെ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അവർക്കും കർത്താവ് ഈ ഫാസ്റ്റിങ് അവരുടെ ജീവിതത്തിൽ ഏറിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി കർത്താവ് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരു യഥാസ്ഥാപനം, ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. മാത്രമല്ല കർത്താവ് ഇന്ന് രാത്രികാലം ഐശ്വര്യമായിട്ട് വചനം ശുശ്രൂഷ അങ്ങയുടെ വിലപ്പെട്ട അഭിഷക്തനെ കർത്താവിൻ്റെ കരുത്തിലേൽപ്പിക്കും. തുടർന്നും കർത്താവെ അങ്ങയുടെ പൂണിയിലെ ശക്തമായിട്ടൊരു അമ്പാക്കി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെയും തലമുറകളെയും കർത്താവിൻ്റെ കരുത്തിലേൽപ്പിക്കുന്നു. അവരെയും കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ഞങ്ങളുടെ ടീം കോശി പാഷൻ തൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ കരുത്തിലേൽപ്പിക്കും. ജനത്തെ ഭരിക്കാൻ ആവശ്യമായ വിശേഷപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും കർത്താവ് തുറന്നും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. താഴ്ച സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ വചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ കൃത്യം 10 മണിക്ക് അതിന് ശുശ്രൂഷ തുടങ്ങും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശാമുവൽ വെള്ളറട നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്.